2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു T20 ലോകകപ്പിന് ഈ ആഴ്ച തുടക്കമാവും. 20 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ചാമ്പ്യൻഷിപ്പിന് വേദിയാവുക വെസ്റ്റ് ഇൻഡീസും അമേരിക്കയുമാണ്. വലിയ പ്രതീക്ഷകളോടെയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ടീം ഇന്ത്യ ഇത്തവണ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിലേതുപോലെ സ്വപ്നതുല്യമായ പ്രകടനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 2007 പ്രഥമ T20 ലോകകപ്പിലെ ജേതാക്കളായ ഇന്ത്യ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു കിരീടം സ്വപ്നം കാണുകയാണ്. ചിരവൈരികളായ പാകിസ്ഥാൻ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പിൽ ഇന്ത്യക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നതും അവർ തന്നെയായിരിക്കും. പാകിസ്ഥാനെ മാറ്റി നിർത്തിയാൽ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ അയർലൻഡ്, കാനഡ, സംയുക്ത ആതിഥേയരായ അമേരിക്ക എന്നിവരാണ്. നിലവിലെ ഫോമും പാകിസ്ഥാനെതിരെയുള്ള റെക്കോർഡും പരിഗണിക്കുമ്പോൾ ഇന്ത്യ തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനാണ് സാധ്യത. 5 ടീമുകൾ വീതമുള്ള 4 ഗ്രൂപ്പുകളിലായിട്ടാണ് ടൂർണമെൻറ്റിൻ്റെ ഘടന. ഓരോ ഗ്രൂപ്പിലെയും ആദ്യത്തെ 2 സ്ഥാനക്കാരായിരിക്കും സൂപ്പർ 8ലേക്ക് മുന്നേറുക. ഗ്രൂപ്പ് ജേതാക്കളായി മുന്നേറിയാൽ ആരൊക്കെയാവും സൂപ്പർ 8ൽ ഇന്ത്യയുടെ എതിരാളികളെന്ന് നോക്കാം. സൂപ്പർ 8ൽ 4 വീതം ടീമുകളെ 2 ഗ്രൂപ്പുകളായിട്ടാണ് തിരിക്കുക. ഗ്രൂപ്പ് 1ലായിരിക്കും ഇന്ത്യയുടെ സ്ഥാനം. ഈ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാർ, ഗ്രൂപ്പ് സിയിലെ 1ാം സ്ഥാനക്കാർ, ഗ്രൂപ്പ് ഡിയിലെ 2ാം സ്ഥാനക്കാർ എന്നിവരായിരിക്കും. ഗ്രൂപ്പ് ബിയിലുള്ള ടീമുകൾ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട്, മുൻ ജേതാക്കളായ ഓസ്ട്രേലിയ, നമീബിയ, സ്കോട്ട്ലൻഡ്, ഒമാൻ എന്നിവരാണ്. ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ജേതാക്കളാവാനാണ് സാധ്യത. ഓസ്ട്രേലിയ 2ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തേക്കും. അങ്ങനെയെങ്കിൽ സൂപ്പർ 8ൽ ഇന്ത്യയുടെ ഒരു എതിരാളി ഓസ്ട്രേലിയ ആയിരിക്കും. ഗ്രൂപ്പ് സിയിലുള്ളത് ന്യൂസിലൻഡ്, വെസ്റ്റ് ഇൻഡീസ്, അഫ്ഗാനിസ്ഥാൻ, പാപ്പുവ ന്യൂഗിനി, ഉഗാണ്ട എന്നിവരാണ്. കാര്യമായ അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ന്യൂസിലാൻഡ് ആയിരിക്കും ഗ്രൂപ്പ് ജേതാക്കൾ. അങ്ങനെ സംഭവിച്ചാൽ സൂപ്പർ 8ൽ ഇന്ത്യയുടെ 2ാമത്തെ എതിരാളികൾ ന്യൂസിലാൻഡ് ആയിരിക്കും. ഗ്രൂപ്പ് ഡിയുടെ കാര്യത്തിൽ സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നെതർലാൻഡ്സ്, നേപ്പാൾ എന്നിവരാണുള്ളത്. ഈ ഗ്രൂപ്പിൽ ശ്രീലങ്ക 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ സൂപ്പർ 8ൽ ശ്രീലങ്കയാവും ഇന്ത്യയുടെ 3ാമത്തെ എതിരാളികൾ. സൂപ്പർ 8ൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ശ്രീലങ്ക എന്നീ 3 ടീമുകളായിരിക്കും എതിരാളികളെങ്കിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല. ഇവരിൽ 2 ടീമുകളെങ്കിലും തോൽപ്പിക്കാനായാൽ മാത്രമേ ഇന്ത്യക്ക് സെമിഫൈനലിലേക്ക് കടക്കാൻ സാധിക്കൂ. ICC ടൂർണമെൻറ്റുകളിൽ പലപ്പോഴും ഇന്ത്യയുടെ വഴിമുടക്കിയിട്ടുള്ള ടീമാണ് ന്യൂസിലാൻഡ്. അതുകൊണ്ട് തന്നെ അവരെ ഇന്ത്യ ഭയക്കുകയും വേണം. ഓസ്ട്രേലിയയും ഇന്ത്യയെ കുഴപ്പിക്കുന്ന എതിരാളികളാണ്.